ഹായ് ഗൈസ്, അപ്പോൾ ഓൺ ടു ദ പാർട്ട് 3 ഓഫ് റീനൽ ഫിസിയോളജി. റീനൽ ഫിസിയോളജി മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ തൊട്ട് മുന്നത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനെ പറ്റിയായിരുന്നു? ഗ്ലോമർലെസ്സിനെ പറ്റിയായിരുന്നു അല്ലേ? അപ്പോൾ ഗ്ലോമർലെസ്സിൽ പറഞ്ഞ ഒരു സെൻറ്റൻസ്, മിസ്സായ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് ഇതിലേക്ക് കയറാം. അപ്പം അതെന്തായിരുന്നു വെച്ചാൽ, നമ്മൾ ആരെ പറ്റി പറഞ്ഞു? ഗ്ലോമർലെസ് പറഞ്ഞ് മെയിൻലി ചർച്ച ചെയ്ത് ആരെ പറ്റിയാണ്? മീസാഞ്ചൽ സെല്ലിനെ പറ്റിയാണ്. മീസാഞ്ചൽ സെല്ലിൻ്റെ ഇത് കുറച്ചൊരു 3D ഫിഗർ കിട്ടിയിട്ടുണ്ട്. ഈ ഫിഗർ നോക്കൂ. അപ്പോൾ ഇത് നമ്മുടെ അഫറൻ്റാണ്, ഇത് ഡിഫറൻ്റാണ് വിചാരിക്കുക. അപ്പോൾ ഈ കാണുന്ന വെസൽസിൻ്റെ ഇടയിലുള്ള ഈ സ്പേസിലായിരിക്കും ആരുണ്ടാകുക? ആരുടെ പ്രസൻസ് ഉണ്ടാകുക? മീസാഞ്ചൽ സെല്ലിൻ്റെ പ്രസൻസ് ഉണ്ടാവുക. ഇത് എവിടെയാണ്? ഗ്ലോമർലെസ്സിൻ്റെ ഉള്ളിലാണ് അല്ലേ? അപ്പോൾ ഇനി അഥവാ ഇഫ് മീസാഞ്ചിയൽ സെൽസ് ഇസ് പ്രസൻറ്റ് ഔട്ട്സൈഡ് ദ ഗ്ലോമർലെസ്, അവർ വിളിക്കുന്ന പേരായിരിക്കും എന്ത്? എക്സ്ട്രാ ഗ്ലോമറുലാർ മീസാഞ്ചിയൽ സെൽ അഥവാ ലാസിസ് സെൽ. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് ലാസിസ് എന്നാണ്, സ്പെല്ലിങ് LACIS എന്നാണ്. ഓക്കെ, ഇഫ് ദ മീസാഞ്ചിയൽ സെൽ ഇസ് പ്രസൻറ്റ് ഔട്ട്സൈഡ് ദ ഗ്ലോമർലെസ് ഇറ്റ് ഇസ് കോൾഡ് ആസ് എക്സ്ട്രാ ഗ്ലോമറുലാർ മീസാഞ്ചിയൽ സെൽ അഥവാ ലാസിസ് സെൽ. ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ JG അപ്പാരറ്റസ് ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടെ ഈ പേര് വരും. ഓക്കെ, അവിടെ ഒരു പക്ഷേ എക്സ്ട്രാ ഗ്ലോമറുലാർ മീസാഞ്ചിയൽ സെല്ലെന്നോ അല്ലെങ്കിൽ മീസാഞ്ചിയൽ സെല്ലെന്നോ പറയാനുണ്ടാവില്ല. അവിടെ ചിലപ്പോൾ ലാസിസ് സെല്ലെന്നായിരിക്കും പറയാം. അതുകൊണ്ടാണ് ഇതിപ്പോൾ പറയാൻ കാരണം. ഓക്കെ, JG പറയുമ്പോൾ പറയാം. അപ്പോൾ അതാണ് ബേസിക്കലി ആരെ പറ്റി പറയാൻ? ഗ്ലോമർലെസ്സിൽ പറയാം. ഗ്ലോമർലെസ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലെ ടോപ്പിക്ക്, ഇവിടുത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, നോക്കാം. ബൊമാൻസ് ക്യാപ്സ്യൂൾ നോക്കുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ഒരു റീനൽ കോർപ്പസിലെ മൊത്തത്തിലൊരു നല്ലൊരു ഫിഗർ കിട്ടിയ 3D ഫിഗർ. ഇത് 3D ആണ്. 3D ആകുമ്പോൾ കുറച്ചുകൂടി ഐഡിയ ആവും. അതായത് സ്ക്രീനിൻ്റെ ഇതിപ്പോൾ ക്രോസ് സെക്ഷൻ ആണല്ലോ. അപ്പോൾ സ്ക്രീനിൻ്റെ പുറത്തേക്കും അതിൻ്റെ ഒരു പാർട്ടുണ്ട്. ഇപ്പോൾ ഈ അടിയിലേക്കുള്ള ഭാഗം അതേപടി പുറത്തേക്കാണ്. അപ്പോൾ ഇതൊരു കപ്പ് എന്ന് പറയുന്നതിലുപരി പക്ക ഒരു കപ്പ് തന്നെയാണ്. ഒരു യഥാർത്ഥ മഗ് പോലെ ഉണ്ടാവും. ആ മഗ്ഗിൻ്റെ ഉള്ളിലേക്ക് വെസൽസ് ഇറങ്ങി വരുന്നുണ്ടാവും. ആ രീതിയിലായിരിക്കും സ്ട്രക്ചർ ഉണ്ടാകുക 3D കാണുമ്പോൾ. ഓക്കെ, ഈ ഉള്ളിലേക്കുള്ള പോലെ തന്നെ പുറത്തേക്കും അതുണ്ടാവും. ആ ബൾജ് ഉണ്ടാവും. ഒരു സ്ഫിയർ പോലെ ഉണ്ടാവും. സ്ഫിയറിൻ്റെ ഒരു ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെസൽസ് ഇറങ്ങിയ പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു ഗോളം ഒരു സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ സ്ഫിയറിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി ഇതിൽ കൂടെ വെസൽസ് ഇറങ്ങി ഇവിടെ നിന്നൊരു താഴത്തേക്ക് ബൾജിങ് ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ അല്ലേ? ഇനി ഫിഗറിൻ്റെ മുകളിൽ ഇവിടെ ഒരു വെസൽ കാണുന്നില്ലേ? ഇത് കണ്ടില്ലേ? ഈ ഭാഗം ഇതാരാ? ഇത് DCT. JG ശ്രദ്ധിച്ചുള്ളവർക്ക് അറിയാം. അതായത് JG അപ്പാരറ്റസ് ആണ് ഈ ഫിഗർ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് JG എന്ന് പറഞ്ഞാൽ എന്താ? JG അപ്പാരറ്റസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പറഞ്ഞ റീനൽ കോർപ്പസിലിൻ്റെ അഫറൻ്റ് ആൻഡ് ഇഫറൻ്റ് ആർട്ടീരിയകളുടെ ആ ഭാഗവും, അതുപോലെ തന്നെ ഒന്നുകിൽ നമുക്ക് എങ്ങനെ പറയാം, DCTൻ്റെ തുടക്കം, ദ ഫസ്റ്റ് പാർട്ട് ഓഫ് DCT അലോങ് വിത്ത് ദ ആർട്ടീരിയൽ പാർട്ട് ഓഫ് ഈ പറഞ്ഞ ഗ്ലോമറുലസ്, ഈ രണ്ടിനെ ആ ഒരു ജംഗ്ഷൻ ആ ഒരു ഏരിയനെ വിളിക്കുന്ന പേരാണ് എന്ത്? JG അപ്പാരറ്റസ്. അവിടെ നമ്മൾ എത്തുമ്പം ഈ പറഞ്ഞ ലാസിസ് സെല്ലിനെ പറ്റി ചർച്ച ചെയ്യും. ഓക്കെ, ഫിഗർ ജസ്റ്റ് ഔട്ട്ലുക്ക് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അത് ഐഡിയ ആയി എന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇനി ബൊമാൻസ് ക്യാപ്സ്യൂൾ പ്രോപ്പറിലേക്ക് വരാം. ഓക്കെ, ബൊമാൻസ് ക്യാപ്സ്യൂൾ പ്രോപ്പറിൽ വരുമ്പോൾ ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പം എന്താ വരിക? ബൊമാൻസ് ക്യാപ്സ്യൂൾ ഇസ് എ ഡബിൾ ലെയർഡ് കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ. നമ്മൾ പൊതുവെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇറ്റ്സ് എ ഡബിൾ ലെയർഡ് കപ്പ് ഷേപ്പ് സ്ട്രക്ചർ. ഓക്കെ, ഇറ്റ്സ് എ ഡബിൾ ലെയർഡ് കപ്പ് ഷേപ്പ്. ഒരു കപ്പ് പോലെ നമ്മൾ പറഞ്ഞു. ഇറ്റ്സ് എ ഡബിൾ ലെയർഡ് കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ. ഓക്കെ, അത് ജസ്റ്റ് ഔട്ട്ലുക്ക് പറഞ്ഞു. ഇനി ഇൻ ഡെപ്തായിട്ട് വരുമ്പോൾ ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഡബിൾ ലെയറാണ്. അപ്പോൾ 2 ലെയർ ഉണ്ട്. ഇപ്പം ഇത് ഗീതയിലുള്ള ഫിഗറാണ്, നല്ല ഫിഗറാണ്. ഈ ഫിഗർ നോക്കിക്കോളൂ. ഈ ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ല വൃത്തിക്ക് കത്തും. ഓക്കെ, 2 ലെയർ ഉണ്ട്. ഈ ഉള്ളിൽ കാണുന്നില്ല അല്ലേ? ഒരു മിനിറ്റ്. ഓക്കെ, ഈ കാണുന്ന ലെയർ, ഈ ഉള്ളിൽ കാണുന്ന ഈ ലെയറാണ്. ഇത് ഗ്ലോമർലെസ്സിൻ്റെ ഭാഗമാണല്ലോ. ഈ കാണുന്ന എല്ലാം ഗ്ലോമർലെസ്സിൻ്റെ ഭാഗമാണ്. ഇത് ഫുള്ള് ഗ്ലോമർലെസ്സാണ്. അതുകൂടാതെ ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഈ ഒരു ഭാഗം, പിന്നെ ഈ ഫിഗർ എന്ന് പറയുന്നത് ഈ മുകളിൽ നമ്മൾ നേരത്തെ കാണിച്ച ഫിഗർ, സെയിം ഫിഗർ തന്നെയാണ് കേട്ടോ. അത് പാരലി, അതായത് പേപ്പറിൽ പാരലി വെച്ചു എന്നുള്ളൂ. ഇനി ഈ കാണുന്ന ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഈ ലെയറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? വിസറൽ ലെയർ. ബ്ലഡ് വെസലുമായിട്ട് കോണ്ടാക്റ്റുള്ള ലെയർ അല്ലേ, അതുകൊണ്ട് വിസറൽ ലെയർ. ഓക്കെ ആണ്. ഇനി അടുത്ത ലെയറാണ് പെറൈറ്റൽ ലെയർ. അപ്പം വിസറൽ ലെയറും പെറൈറ്റൽ ലെയറും ആരുടെ? ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ. ഇപ്പോൾ 2 ലെയർ ഉണ്ട്. ഇന്നർ ലെയർ, അതായത് കാപ്പിലറിയായിട്ട് ബന്ധപ്പെടുന്ന ലെയറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വിസറൽ ലെയർ. എക്സ്റ്റേണൽ ലെയറാണ് എന്ത്? പെറൈറ്റൽ ലെയർ.
ഓക്കെ, പക്ക. ഇനി നോക്കാം. അപ്പോൾ ഇന്നർ മെമ്പറൈൻ ആണ് വിസറൽ ലെയർ, ഔട്ടർ ലെയർ ആണ് പറൈറ്റൽ ലെയർ. ഈ പറൈറ്റൽ ലെയർ എന്താണ്? ഈ സെല്ല് കണ്ടാൽ തന്നെ അറിയാം എന്താണ്, സിമ്പിൾ സ്ക്വാമസ് ആണ്. ഇത്രയും ഓക്കെ. ഈ ഫിഗറിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മീസാഞ്ചി സെല്ലിൻ്റെ പ്രസൻസ് കാണാം, കണ്ടില്ലേ? മീസാഞ്ചി സെല്ല് ബ്ലഡ് സെൽസിൻ്റെ ഇടയിൽ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി ഓക്കെ, ഈ പറഞ്ഞ നമ്മളീ പറഞ്ഞ എന്താ പറയുക, ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഈ രണ്ട് ലെയറിൻ്റെ ഇടയിലൂടെ നമുക്കിപ്പോൾ എന്താ ഉദ്ദേശം, എന്താ ഈ പറഞ്ഞ ലെയേഴ്സിൻ്റെ ഉദ്ദേശശുദ്ധി എന്താ, ഇതിലേക്കൂടെ വരുന്നത്, അതായത് അഫറൻറ്റിലൂടെ വരുന്ന ബ്ലഡ് ഇതിലൂടെ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ട് എത്തണം, റീനൽ ട്യൂബ്യൂൾ വഴി എക്സ്ക്രീറ്റ് ചെയ്ത് കളയണമല്ലോ. അപ്പോൾ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബ്ലഡ് വെസലിനും ഈ പറഞ്ഞ ബൊമാൻസ് ക്യാപ്സ്യൂളിലെ ലെയറും തമ്മിൽ ഒരു പാസേജ് ഉണ്ടാവണ്ടേ, വേണമല്ലോ. ആ ഒരു മെംബ്രെയിനിലുണ്ടാകുന്ന ആ ഫിൽട്രേഷൻ, ആ ഒരു ഏരിയനെ വിളിക്കുന്ന പേരാണ് എൻഡോത്തീലിയൽ ക്യാപ്സുലാർ മെംബ്രെയിൻ അഥവാ ഫിൽട്രേഷൻ മെംബ്രെയിൻ അഥവാ ഗ്ലോമറുലാർ മെംബ്രെയിൻ. 3 പേരുണ്ട്. ഒന്നുകിൽ ഫിൽട്രേഷൻ മെംബ്രെയിൻ അഥവാ ഗ്ലോമറുലാർ മെംബ്രെയിൻ, അല്ലെങ്കിൽ എൻഡോത്തീലിയൽ ക്യാപ്സുലാർ മെംബ്രെയിൻ. ആ ഒരു ഫിൽട്രേഷൻ നടത്തുന്ന ഏരിയ. ഓക്കെ ആണേ. അപ്പോൾ ഈ ഫിൽട്രേഷൻ മെംബ്രെയിൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നമുക്ക് റഫ്ലി അറിയാം. എന്തൊക്കെ വേണം ഫിൽട്ടർ ചെയ്യണമെങ്കിൽ? ഒന്ന് ആര് വേണം? ഈ പറഞ്ഞ എൻഡോത്തീലിയത്തിൻ്റെ, അതായത് ബ്ലഡ് വെസലിൻ്റെ, ഗ്ലോമറുലസിൻ്റെ ആ ബ്ലഡ് വെസലിൻ്റെ ലെയർ വേണം. അതുപോലെ തന്നെ ഇടയിലുള്ളൊരു ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ വിസറൽ ലെയർ ഓഫ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. അപ്പം ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ വിസറൽ ലെയറും പിന്നെ ആ ഒരു ഇടയിലുള്ള ബേസ്മെൻറ്റ് മെംബ്രെയിനും അതുപോലെ തന്നെ എൻഡോത്തീലിയവും. ഫിഗറിന്ന് മനസ്സിലാവുന്നില്ലേ? ഫിഗർ കണ്ട ഏകദേശം കത്തുമല്ലോ. അതായത് നോക്കിക്കോളൂ, ഈ പറഞ്ഞ എൻഡോത്തീലിയത്തിൻ്റെ, അതായത് ഗ്ലോമറുലസിൻ്റെ ബ്ലഡ് വെസലിലെ എൻഡോത്തീലിയവും അതിൻ്റെ ഇടയിലുള്ള ബേസ്മെൻറ്റ് മെംബ്രെയിനും ഈ പറഞ്ഞ വിസറൽ ലെയർ കൂടി ചേർന്നാൽ എന്താകുക, ഫിൽട്രേഷൻ മെംബ്രെയിൻ ഉണ്ടാകുക. ഓക്കെ, അതിൻ്റെ വേറെ പേര് എൻഡോത്തീലിയൽ ക്യാപ്സുലാർ മെംബ്രെയിൻ അല്ലെങ്കിൽ ഗ്ലോമറുലാർ മെംബ്രെയിൻ, ഏതെങ്കിലും ഒരു പേര് മതി. ഫിൽട്രേഷൻ മെംബ്രെയിൻ ബസ് കഴിഞ്ഞു. അപ്പം ക്യാപ്പിലറി വാളും വിസറൽ ലെയറും. ഇനി ഇറ്റ് ഹാസ് 3 ലെയേഴ്സ്. ഞാൻ പറഞ്ഞു, ഒന്ന് ക്യാപ്പിലറി എൻഡോത്തീലിയം, 2 ബേസ് മെംബ്രെയിൻ ഓഫ് ഗ്ലോമറുലസ്, ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഓഫ് ഗ്ലോമറുലസ്. ഗ്ലോമറുലസിൻ്റെ കേട്ടോ ബേസ് മെംബ്രെയിൻ, അതായത് നമ്മുടെ ഈ പറഞ്ഞ ബ്ലഡ് വെസലിൻ്റെ ആണ് ബേസ് മെംബ്രെയിൻ, അതല്ല ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ അല്ല. നമ്മളുടെ ഗ്ലോമറുലസ് ആണല്ലോ എൻഡോത്തീലിയം, ബ്ലഡ് വെസലാണല്ലോ, അവൻ്റെ ആണ് എന്ത്, ബേസ് മെംബ്രെയിൻ. അപ്പോൾ ആരൊക്കെ ഉണ്ട്? ക്യാപ്പിലറി എൻഡോത്തീലിയം ഉണ്ട്, അവൻ്റെ ബേസ് മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ വിസറൽ ലെയർ ഓഫ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. കഴിഞ്ഞല്ലോ. ഇതാണ് എന്ത്, ഈ പറഞ്ഞ ഫിൽട്രേഷൻ മെംബ്രെയിൻ. കത്തി. ഇനി വരെ ഓരോരുത്തരുടെയും ഫീച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇനി എൻഡോത്തീലിയം എടുത്തോ. എൻഡോത്തീലിയം എന്ന് പറയുമ്പം ഗ്ലോമറുലസിൻ്റെ ഭാഗമാണ് ആണേ. അപ്പോൾ ഈ എൻഡോത്തീലിയത്തിൽ ഇതിപ്പം എൻഡോത്തീലിയൽ ലൈനിങ് ആണെങ്കിൽ ഒരു സെല്ല് കഴിഞ്ഞ് അടുത്ത സെല്ലിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാവും. ഈ സ്പേസ്, ഒരു സെല്ല് കഴിഞ്ഞ് അടുത്ത സെല്ലിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാവും. അവനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫെനിസ്ട്രേഷൻ അഥവാ പോർ. ഫെനിസ്ട്രേഷൻ ഓർ പോർ. ഇവൻ ഒരു പണി ചെയ്യും. എന്ത്? ഇവൻ പ്രിവെൻറ്റ് ദ പാസേജ് ഓഫ് ബ്ലഡ് സെൽ. അതായത് 2 എൻഡോത്തീലിയൽ സെല്ലിൻ്റെ ഇടയിലുള്ള, 2 എൻഡോത്തീലിയൽ വാളിൻ്റെ സെല്ലിൻ്റെ ഇടയിൽ, സ്ക്വാമസ് സെല്ലിൻ്റെ ഇടയിലുള്ള ഈ സ്പേസിന് ഒരു RBCയുടെ സൈസിനേക്കാൾ ചെറുതായിരിക്കും. ഇവൻ RBC ആണെങ്കിൽ ഇനി ഇതിലൂടെ കടക്കുമോ? ഇല്ല. കാരണം എന്താ? ഡയമീറ്റർ ഇല്ല. അപ്പോൾ 2 എൻഡോത്തീലിയൽ സെല്ലിൻ്റെ ഇടയിലുള്ള സ്പേസ് വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി സൈസ് ഓഫ് RBC. സോ ഇറ്റ് പ്രിവെൻറ്റ്സ് ദ പാസേജ് ഓഫ് RBC. കത്തി. അപ്പോൾ എൻഡോത്തീലിയത്തിൽ ആര് പോകില്ല? RBC പോകില്ല. അപ്പം ഇറ്റ് പ്രിവെൻറ്റ്സ് എ ഫ്ലോ ഓഫ് RBC അഥവാ ബ്ലഡ് സെൽസ്. RBC എന്ന് റഫ്ലി പറഞ്ഞത് ബ്ലഡ് സെൽസ് ആണ് കേട്ടോ. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഈ എൻഡോത്തീലിയൽ വാളിൻ്റെ കൂടെ ഒരാളുടെ കൂടി പ്രസൻസ് ഉണ്ട്. ആരുടെയാ? ഗ്ലൈക്കോ കാലിക്സ്. അവൻ്റെ ചാർജ് എന്താ? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഈ എൻഡോത്തീലിയൽ വാൾ ഇറ്റ് ഹാസ് എ ലാർജ് നെഗറ്റീവ്ലി ചാർജ് ഗ്ലൈക്കോ കാലിക്സ് ഓൺ ലുമിനൽ സർഫസ്. അവൻ എന്ത് ചെയ്യും? ദാറ്റ് പ്രിവെൻറ്റ്സ് ദ നെഗറ്റീവ് ചാർജ്ഡ് മാക്രോ മോളിക്യൂൾ ടു പാസ്. അതായത് ബ്ലഡിലൂടെ ഒഴുകുന്ന നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള, ഇപ്പം ബ്ലഡിലൂടെ ആര് പോകുന്നു വിചാരിക്കുക, നെഗറ്റീവ് ചാർജുള്ള ബ്ലഡിലൂടെ ഒരു നെഗറ്റീവ് ചാർജായിട്ടുള്ള ഒരു മാക്രോ മോളിക്യൂൾ പോവുകയാണെങ്കിൽ ഇവനെ എന്താക്കൂല, ഈ മെംബ്രെയിനിലൂടെ പുറത്തേക്ക് കടത്തൂല. കാരണം എന്താ? ഇവിടെ ഒരാൾ നെഗറ്റീവ് ഉണ്ട്. ഇപ്പോൾ 2 നെഗറ്റീവ് വന്നാൽ റിപ്പൽ ലീവിലെ കടത്തി വിടുമോ? കടത്തി വിടില്ല. അപ്പോൾ ദ പ്രസൻസ് ഓഫ് നെഗറ്റീവ്ലി ചാർജ് ഗ്ലൈക്കോ കാലിക്സ് ഓൺ ദ ലൂമിനൽ സർഫസ് പ്രിവെൻറ്റ് ദ പാസേജ് ഓഫ് നെഗറ്റീവ് ചാർജ് മാക്രോ മോളിക്യൂൾ ഫ്രം ദ ലൂമൻ ഓൺ ടു ദ ബേസ്മെൻറ്റ് മെംബ്രെയിൻ. അല്ലെങ്കിൽ ആ ഫിൽട്രേഷൻ പോർ കടക്കാൻ സമ്മതിക്കില്ല. ഇത്ര ഉള്ളൂ ആരെപ്പറ്റി, എൻഡോത്തീലിയം. കഴിഞ്ഞു. ഇനി അടുത്ത് ബേസ് മെംബ്രെയിൻ അല്ലെങ്കിൽ ഗ്ലോമറുലസിൻ്റെ ഭാഗമാണ് ആര്? ബേസ് മെംബ്രെയിൻ. ബേസ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല? സെല്ലല്ല. സെല്ലുകൊണ്ട് ഉണ്ടാക്കി വെറുതെ അല്ല. ഇറ്റ് ഇസ് എ സെല്ലുലാർ. ജസ്റ്റ്
ഫൈബേഴ്സാണ്. അവൻ എന്തല്ല, സെല്ലില്ല, സെല്ലുലാർ. ഓക്കെ, അത് ഫസ്റ്റ് പോയിന്റ്. ഇനി കണ്ടെയ്ൻ ഹൈഡ്രേറ്റ് ചാനൽ ഉണ്ട്, ഡയമീറ്റർ 6 നാനോമീറ്റർ വെറുതെ നോക്കിയാൽ മതി. ഇനി അടുത്തത് ഇവൻ്റെ പണി എന്താ വെച്ചാൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ലാർജ് പ്രോട്ടീൻസ്. അവൻ എന്ത് ചെയ്യും, ലാർജ് പ്രോട്ടീൻ്റെ കടത്തലിനെ തടയും. കാരണം വൈ, ബിക്കോസ് എന്തുകൊണ്ട്, വൈ, ഈ ബേസ് മെമ്പറിൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടിയോഗ്ലൈക്കാൻസ് കൊണ്ടാണ്. കത്തിയെ, ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് നെഗറ്റീവ് ചാർജ്ഡ് പ്രോട്ടിയോഗ്ലൈക്കാൻസ്. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ വെറുതെ പറയുന്നുണ്ട്, ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരുന്നോ, കുഴപ്പമില്ല. ഓർത്തില്ലെങ്കിലും എന്താണ്, കോൺട്രേറ്റിൻ സൾഫേറ്റും അതുപോലെ തന്നെ ഹെപ്പാരിൻ സൾഫേറ്റ് പ്രോട്ടിയോഗ്ലൈക്കൻ. ഇതിങ്ങനെ പറയാൻ കാരണം ഈ HSPG എന്ന് പറയുന്ന സാധനത്തിന് ചെറിയ പ്രത്യേകതയുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ പേര് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ബേസ് മെമ്പറിൻ ഇറ്റ് ഈസ് SLR, സെല്ലില്ല, പക്ഷേ അവിടെ ആരുണ്ട്, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടിയോഗ്ലൈക്കൻ. ആരൊക്കെയാണ്, കോൺട്രേറ്റിൻ സൾഫേറ്റും അതുപോലെ തന്നെ HSPG അഥവാ ഹെപ്പാരിൻ സൾഫേറ്റ് പ്രോട്ടിയോഗ്ലൈക്കൻ. ഓക്കെ ആണോ? ഈ HSPGൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവൻ പ്രൊവൈഡ് എ സെലക്ടിവിറ്റി. ഈ ബേസ് മെമ്പറിന് ഒരു സെലക്ടിവിറ്റി കൊടുക്കും, അതായത് തോന്നുന്നവരെല്ലാം കടത്തിവിടില്ല. അവൻ എന്ത് ചെയ്യും, ഇറ്റ് പ്രിവെൻറ്റ് ലാർജ് നെഗറ്റീവ്ലി ചാർജ്ഡ് സൊല്യൂട്ട്. ഇവൻ ഓൾറെഡി നെഗറ്റീവ് ആണേ, നെഗറ്റീവ് ചാർജ്ഡ് പ്രോട്ടിയോഗ്ലൈക്കൻസ് എന്നാണ് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യില്ല, വേറെ നെഗറ്റീവ് ആൾക്കാരെ കടത്തിവിടില്ല. പ്രശ്നം കഴിഞ്ഞോ? ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, ഗ്ലോമർലെസിന് വേറെ സ്ട്രക്ചറിൽ ഒരു പ്രശ്നമില്ല. ഈ നെഗറ്റീവ് ചാർജ്, അതായത് ഈ ബേസ്മെൻ മെമ്പറൈൻ എന്തില്ല, ഈ നെഗറ്റീവ് ചാർജ് ഇല്ല എന്ന് വിചാരിക്കാം. എന്ത് സംഭവിക്കും, പ്രോട്ടീൻസ് കടന്നു പോവില്ലേ? ഇവൻ്റെ പണി എന്താ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ, പ്രിവെൻറ്റ് ലാർജ് പ്രോട്ടീൻ. ഇവൻ്റെ നെഗറ്റീവ് ചാർജും ഇല്ല. അങ്ങനെ വരികയാണ് എന്ത് സംഭവിക്കും, ലാർജ് ആയിട്ടുള്ള വലുപ്പമുള്ള പ്രോട്ടീൻസ് എല്ലാം കടക്കും. ആരാ വലുപ്പമുള്ള പ്രോട്ടീൻ? എക്സാമ്പിൾ ആൽബുമിൻ കടക്കുമോ, ആൽബുമിൻ യൂറിനിലെത്തോ, എന്ത് വരും, ആൽബുമിൻ യൂറിയ. അപ്പം ഒരു സ്ട്രക്ചറൽ ഡാമേജ് ഒന്നും കൂടാതെ ഈ നെഗറ്റീവ് ചാർജ് ഓഫ് ബേസ് മെമ്പറിൻ ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകാം, ആൽബുമിൻ യൂറിയ ഉണ്ടാകാം. അവൻ കഴിഞ്ഞു. ഇനി ആരാ, വിസറൽ എപ്പിത്തീലിയം. ലാസ്റ്റാ വിസറൽ എപ്പിത്തീലിയം എന്ന് പറയുമ്പം ആരുടെ ഭാഗമാണ്, ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഇന്നർ ലെയറാണ് അല്ലേ. ബൊമാൻസ് ക്യാപ്സ്യൂൾ 2 ലെയർ പറഞ്ഞു, വിസറലും പറൈറ്റിലും. അപ്പോൾ ഗ്ലോമർലെസ് കോൺടാക്ട് ചെയ്യുന്ന ലെയറാണ് ഒരു വിസർ ലെയർ. ഓക്കെ, നോക്കാം. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പോഡോസൈറ്റ്. ഇത് നമ്മൾ പഠിച്ചതാണ് മുൻപ്. അപ്പം ഈ എന്താ പറയുക, ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഇവിടെയുള്ള ഈ സെല്ലുകളിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പോഡോസൈറ്റ്. കത്തി, ഈ പോഡോസൈറ്റിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ പോഡോസൈറ്റ് അവിടെ എന്തുണ്ട്, ഫിൽട്രേഷൻ സ്ലിറ്റ് ഉണ്ട്. നേരത്തെ എൻഡോത്തീലിയം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇതിപ്പോൾ ഒരു പോഡോസൈറ്റ് ആണെങ്കിൽ ഇത് അടുത്ത പോഡോസൈറ്റ്, അതിൻ്റെ ഇടയിൽ എന്തുണ്ട്, ഫിൽട്രേഷൻ സ്ലിറ്റ്. ഓക്കെ, അവിടെ ഒരു മെംബ്രെയിൻ ഉണ്ടാവും. ഈ ഫിൽട്രേഷൻ സ്ലിറ്റിൻ്റെ ഇടയിൽ ചെറിയൊരു മെംബ്രെയിൻ ഉണ്ടാകും. ആ മെംബ്രെയിനിൽ ആര് പ്രസൻസ് ഉണ്ടാവും, ഗ്ലൈക്കോ പ്രോട്ടീൻ വിത്ത് നെഗറ്റീവ് ചാർജ്, അതായത് അത് അവിടെ നിൽക്കട്ടെ ഒരു മിനിറ്റ്. ഈ മെംബ്രെയിനിൽ 2 പ്രോട്ടീൻസ് ഉണ്ടാവും. ആ പ്രോട്ടീൻ്റെ പേര് വേണ്ട, വിട്ടോളാം. ഇനി ഇൻ ബിറ്റ്വീൻ പോഡോസൈറ്റ്സ് അവിടെ എന്തുണ്ട്, ഫിൽട്രേഷൻ സ്ലിറ്റ് ഉണ്ട്. ഇറ്റ് ഇസ് കവർഡ് ബൈ സ്ലിറ്റ് മെംബ്രെയിൻ, അത്ര മതി. ഇനി ഗ്ലൈക്കോ പ്രോട്ടീൻ വിത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആരൊക്കെ പറഞ്ഞു, ഗ്ലോമർലെസിൻ്റെ എൻഡോത്തീലിയൽ ലെയർ പറഞ്ഞു, അതുപോലെ തന്നെ ബേസ് മെമ്പറിൻ പറഞ്ഞു. ഇവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞു, ഗ്ലൈക്കോ പ്രോട്ടീൻസിൽ അല്ലെങ്കിൽ ഗ്ലൈക്കോ കാലക്സിൻ്റെ പ്രസൻസ് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെയും എന്തുണ്ട്, ദർ ഈസ് എ പ്രസൻസ് ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻ വിത്ത് നെഗറ്റീവ് ചാർജ് ഇവിടെയും കവർ ചെയ്യുന്നുണ്ട്. അത് നിൽക്കട്ടെ. ഓക്കെ, അതുകൊണ്ട് എന്ത് പ്രിവെൻറ്റ് ചെയ്യും, വേറെ നെഗറ്റീവ് ചാർജിനെ കടക്കാൻ സമ്മതിക്കില്ല. അത് കഴിഞ്ഞു. ഇനി നേരത്തെ പറഞ്ഞ പ്രോട്ടീൻസിൻ്റെ പേര്, ഈ സ്ലിറ്റ് മെമ്പറിനിൽ 2 പ്രോട്ടീൻ ഉണ്ട്, പോഡോസിനും നെഫ്രിനും. ഈ പ്രോട്ടീൻസിന് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാൽ എന്ത് സംഭവിക്കും, ആൽബുമിൻ യൂറിയ കോസ് ചെയ്യും. നേരത്തെ പറഞ്ഞ അതേ കഥ തന്നെ. ഈ മെമ്പറൈനിൽ ആരുണ്ട്, ഇവിടെ ഈ പറഞ്ഞ മെമ്പറൈനിൽ ആരുടെ പ്രസൻസ് ഉണ്ട്, സ്ലിറ്റ് മെമ്പറിനിൽ ആരുടെ പ്രസൻസ് ഉണ്ട്, പോഡോസിൻ്റെയും നെഫ്രിൻ്റെയും പ്രസൻസ് ഉണ്ട്. ഈ പോഡോസിനും നെഫ്രിനും ഡിഫക്റ്റ് വന്നാൽ എന്തും ഉപയോഗിക്കുക, ആൽബുമിൻ യൂറിയ പറയാം. ഇനി റഫ്ലി മൊത്തത്തിൽ പറയുമ്പോൾ, ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ കഥ മൊത്തം പറയുമ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഈ ഗ്ലോമറുലാർ മെമ്പറിൻ, നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, ബൊമാൻസ് ക്യാപ്സ്യൂളല്ല പറഞ്ഞത്, നമ്മൾ ഈ ഫിൽട്രേഷൻ മെമ്പറിൻ അഥവാ ഗ്ലോമറുലാർ മെമ്പറിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ ഗ്ലോമറുലാർ മെമ്പറിൻ എന്ത് ചെയ്യും, ഇറ്റ് പ്രൊവൈഡ് ഫ്രീ പാസേജ്. ആ വാക്ക് നോക്കണം, ഫ്രീ പാസേജ് ഓഫ് സബ്സ്റ്റൻസ് വിത്ത് സൈസ് ഓഫ് 4 നാനോമീറ്റർ. ആരാ, ന്യൂട്രൽ സബ്സ്റ്റൻസിൻ്റെ ഒരു വാക്ക് വിട്ടുപോയി. ഗ്ലോമറുലാർ മെമ്പറിൻ പെർമിറ്റ് ഫ്രീ പാസേജ് ഓഫ് ന്യൂട്രൽ സബ്സ്റ്റൻസ്. എന്ത് സബ്സ്റ്റൻസാ, ന്യൂട്രൽ, ചാർജ് ഒന്നും ഇല്ലാത്ത ന്യൂട്രൽ സബ്സ്റ്റൻസിൻ്റെ ഫ്രീ പാസേജ് കൊടുത്തിടും. ഓക്കെ അല്ലേ. ഇറ്റ് പ്രൊവൈഡ്സ് ദ ഗ്ലോമറുലാർ മെമ്പറിൻ പെർമിറ്റ് ഫ്രീ പാസേജ് ഓഫ് ന്യൂട്രൽ സബ്സ്റ്റൻസ് അപ് ടു 4 നാനോമീറ്റർ. 4 നാനോമീറ്റർ വരെയുള്ള ന്യൂട്രൽ സബ്സ്റ്റൻസിൻ്റെ ഫ്രീ പാസേജ് ഈ ഗ്ലോമറുലാർ മെമ്പറിനിലൂടെ പോകും. അതുപോലെ തന്നെ ഇറ്റ് പ്രിവെൻറ്റ് ദ ഫിൽട്രേഷൻ ഓഫ് സബ്സ്റ്റൻസ് ഗ്രേറ്റർ ദാൻ 8 നാനോമീറ്ററിനേക്കാൾ കൂടുതലാണ് കടത്തിവിടോ ഇല്ല. 8 നാനോമീറ്ററിനേക്കാൾ കുറവായിരിക്കണം. അതുപോലെ തന്നെ 4 നാനോമീറ്ററിന് അടുത്തുള്ള ന്യൂട്രൽ സബ്സ്റ്റൻസാണ് സുഖമായിട്ട് കടന്നു പോയിക്കോളും. പിന്നെ അതുപോലെ നെഗറ്റീവ് ചാർജ് ആൾക്കാർ എന്താക്കൂല, കടത്തിവിടില്ല. പ്രശ്നം കഴിഞ്ഞു.
ടോപ്പിക് കഴിഞ്ഞു. താങ്ക് യു.